മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ കൂടുതൽ വാർത്തകൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാലത്ത് ഹിറ്റ് മെഷീനായിരുന്നു ബോളിവുഡിൻ്റെ ഖിലാഡി എന്നറിയപ്പെട്ടിരുന്ന അക്ഷയ് കുമാർ. കോവിഡിനു ശേഷമാണ് അക്ഷയ് കുമാറിൻ്റെ കാര്യത്തിൽ തകിടം മറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ 13 ചിത്രങ്ങളാണ് പൊട്ടി പാളീസായത്. ബെൽ ബോട്ടം, ലക്ഷ്മി, കട്ട്പുട്ലി, അത്രംഗീരെ, ബച്ചൻ പാണ്ഡെ, സാമ്രാട്ട് പൃഥ്വിരാജ്, രക്ഷാബന്ധൻ, രാം സേതു, ബഡേ മിയാൻ, ചോട്ടെ മിയാൻ എന്നിവയെല്ലാം 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ ഇതാ ഒടുവിൽ പുറത്തിറങ്ങിയ സർഫീറയുടെ കാര്യവും പരാജയമാണ്. 80 കോടി ബജറ്റിൽ ഒരുങ്ങിയ സർഫീറെ ആദ്യ ദിവസം കേവലം 2.25 കോടി മാത്രമാണ് നേടിയത്. സിനിമയ്ക്ക് ആളുകൾ കയറാതായതോടെ ചായയും 2 സമൂസയും സൗജന്യമായി നൽകാമെന്ന് വരെ നിർമ്മാതാക്കൾ ഓഫർ നൽകി. എന്നിട്ടും കാര്യമുണ്ടായില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ കളക്ഷൻ 13 കോടി മാത്രമായിരുന്നു. ഇവയെല്ലാം കൂടി 1000 കോടിയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ബഡേ മിയാൻ, ചോട്ടെ മിയാൻ മാത്രം 250 കോടിയും സാമ്രാട്ട് പൃഥ്വിരാജ് 150 കോടിയും നഷ്ടത്തിലാക്കി. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രവും റിലീസിന് തയ്യാറാവുകയാണ്. മോഹൻലാലിനെ നായകനാക്കി 2022 പുറത്തിറങ്ങിയ 12th മാൻ ഹിന്ദിയിൽ ഖേൽ ഖേൽ മേ എന്ന പേരിൽ റീമേക്ക് ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിൻ്റെ പ്രമോഷൻ പരിപാടികൾ ഉടൻ ആരംഭിക്കും.